ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഒത്തിരി കാലമായിട്ട് ഒത്തിരി പേരുടെ ഒരു സംശയം തീർക്കാനായിട്ട് വന്ന. എന്നാ സംശയം എന്നല്ലേ, ഈ നമുക്ക് പല ഫോർമാറ്റുകളുണ്ട്. അതായത് ഓഡിയോ വീഡിയോ ഫോർമാറ്റ്, HDMI ഫോർമാറ്റ്, VGA ഫോർമാറ്റ്, അങ്ങനെ പല ഫോർമാറ്റുകളുണ്ട്. ഇപ്പോൾ ഒരു ഫോർമാറ്റിനെ നമുക്ക് വേറൊരു ഫോർമാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ചുമ്മാ ഒരു കോഡ് വെയർ മതി എന്നാണ് പല ആൾക്കാരും ധരിച്ചു വച്ചിരിക്കുന്നത്. അത് ഓൺലൈനിലുണ്ട് താനും ഇത് കൂട്ട് കോഡ് വെയർ, ചില കടകളിലും വിൽക്കാനുണ്ട്. AVA to VGA ആക്കും, AVA to HDMI ആക്കും, USB നിന്ന് ഞാനും ഇത് കണ്ടുകൊണ്ട് എടുത്തിട്ട് ഇവിടെ ഈ കിടപ്പുണ്ട്, USB to AV ആക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ കോഡുകൾ. സത്യത്തിൽ അങ്ങനെ ഒരു കോഡ് കുത്തിയോണ്ട് മാത്രം ഇതിങ്ങനെ കൺവേർട്ടാകില്ല. ഓരോ ഫോർമാറ്റിനും അതിൻ്റേതായ വ്യത്യാസമുണ്ട്. അതിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് അത്യാവശ്യമാണ്. ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു ഡിവൈസാണിത്. AV to HDMI. ഇത് കണ്ടോ, ഇതൊരു ഏറ്റവും വില ഒരു 350 രൂപ അങ്ങാണ്ട് വിലയുള്ള ചെറിയൊരു ഡിവൈസാണ്. ഇത് AV to HDMI ആണ്. ഇത് കണ്ടോ, ഇതാണ് ആ ഡിവൈസ്. ഇതിവിടെ നമ്മൾ AV കൊടുക്കുന്നു, ഇവിടെ നമുക്ക് HDMI ഔട്ട് എടുക്കാം. പിന്നെ ഇതിന് സപ്ലൈ ചോദിക്കുന്നുണ്ട്. സപ്ലൈക്കൊരു കോഡ് വെയറും വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ സപ്ലൈയുടെ ആവശ്യമില്ല. HDMIയുടെ കേസിൽ ഇതിന് സപ്ലൈയുടെ ആവശ്യമില്ല. കാരണം ഈ HDMI വഴി നമുക്ക് സപ്ലൈ ഇങ്ങോട്ട് കിട്ടും. പിന്നെ നമ്മൾ കുത്തുന്ന HDMIയുടെ കോഡ് വെയറിന് സപ്ലൈ ഇങ്ങോട്ട് വരാനുള്ള പാത്തില്ലാത്തതാണെങ്കിൽ മാത്രം നമുക്ക് ഇത് വെച്ച് ഒരു 5 വോൾട്ട് കൊടുത്താൽ ഈ എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഏത് ഓഡിയോ വീഡിയോ സാധനത്തിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഇതിലായി HDMIയിലാക്കി കൺവേർട്ട് ചെയ്ത് തരുന്ന ഈ എക്യുപ്മെൻ്റ് ഉണ്ട്. ഇത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് AVയെ HDMI ആക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആൾക്കാർ പറയുന്ന പോലെ ഒരു കോഡ് വെയർ കൊടുത്താൽ സാധിക്കില്ല. ഒത്തിരി തെറ്റുകൾ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ഒത്തിരി ആൾക്കാർ അവിടെ ഇവിടെ നിന്നൊക്കെ മേടിക്കുകയും ചെയ്യും. അവസാനം വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഇവിടെ കടയിലാണേലും പരാതിയായിട്ട് വരാറുണ്ട്. ഇനി അടുത്തത് HDMI to AV ആണിത്. ഇത് HDMI നിന്ന് AV ആക്കുന്ന സാധനം. അപ്പോൾ HDMI നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, ഇവിടെ ഒരു HDMIയുടെ ഇൻപുട്ട് കൊടുക്കുന്നു. മറ്റേ HDMI ഔട്ട്പുട്ടായിരുന്നു എടുത്തിരുന്നെങ്കിൽ ഇത് HDMI ഇൻപുട്ട് കൊടുക്കുന്നു. അടുത്തത് ഇത് HDMI to AV ആണ്. അതായത് HDMI നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, AV ഔട്ട്പുട്ട് എടുക്കുന്നു. ഇപ്പോൾ ചില സെറ്റുകൾക്കൊക്കെ HDMI ഔട്ട്പുട്ട് മാത്രമേ കാണത്തുള്ളൂ. അതിന് അപ്പോൾ നമുക്കൊരു HDMI ഔട്ട്പുട്ട് മാത്രമുള്ള ഹോം തിയേറ്ററുകളൊക്കെ ഉണ്ട്. സോണിക്കും ഉണ്ട്, LG സാംസങ്ങിനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ആ ഹോം തിയേറ്ററിൻ്റെ ഓഡിയോ ഔട്ടും കൂടാതെ HDMI ഔട്ട് കാണുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഹോം തിയേറ്ററിൻ്റെ ആംപ്ലിഫയറിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു TVയിലല്ലാതെ വേറൊരു ഓഡിയോ വേറൊരു ഹോം തിയേറ്ററോട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു കൺവേർട്ടർ ആവശ്യമാണ്. ആ HDMI എടുത്ത് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു HDMI സ്പ്ലിറ്റർ എടുത്താൽ മതി. 2 HDMI വരുന്നത്, ഒരെണ്ണം TVയിലേക്കും കൊടുക്കാം. ആ HDMI ഔട്ട് എടുത്ത് ഇതിലും കൊടുക്കുക. അല്ല ARC ഉള്ള TV ആണ്, ARC എടുത്ത് ഇതിലേക്ക് കൊടുത്തിട്ട് AV ഔട്ട് എടുത്ത് AV ഇൻപുട്ടുള്ള ഇതിൽ കൊടുക്കാം. അങ്ങനെയുള്ള ഒരു സാധനമാണ്. ഓരോന്നിനും ഓരോ ഉപയോഗങ്ങളാണ്. നമ്മൾ ഓരോന്നിൻ്റെ ഉപയോഗം നമ്മുടെ ആവശ്യം അനുസരിച്ച് ഈ എക്യുപ്മെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും ഇപ്പോൾ എൻ്റെ ഇരിപ്പില്ല, കുറേയൊക്കെ പോയി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ HDMI to VGA ആണ്. VGA അതായത് VGA അറിയാമല്ലോ, നമ്മുടെ പഴയ ലാപ്ടോപ്പിന് കമ്പ്യൂട്ടറിനൊക്കെ ഉപയോഗിച്ചിരുന്ന VGA കണക്ഷൻ. അപ്പോൾ ഇതിവിടെ HDMI കൊടുക്കുക, ഇതാൽ VGA ഔട്ട്. ഇത് കണ്ടോ, VGA ഔട്ട്. പഴയ മോണിറ്ററിനൊക്കെ VGA ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ എല്ലാ മോണിറ്ററിനും HDMIയും AV ഇൻപുട്ടും ഒക്കെയുള്ള HDMI ഉണ്ട്, AV ഇല്ല. HDMI ഇൻപുട്ടുണ്ട്. ഇതിന് ഓഡിയോ സെപ്പറേറ്റ് ആണ്. ഇതിന് ഓഡിയോ സെപ്പറേറ്റേ വരുള്ളൂ. VGAക്കകത്ത് വീഡിയോ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഓഡിയോ സെപ്പറേറ്റ് ആണ്. ഓഡിയോ വേണമെന്നുണ്ട്, അതിന് ഓഡിയോയുടെ സോക്കറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിനും വേണമെങ്കിൽ സപ്ലൈ ആവശ്യമെങ്കിൽ കൊടുക്കാൻ. പക്ഷേ ഈ സാധനങ്ങളൊന്നും ഈ HDMI ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സാധനങ്ങൾക്കും HDMI വഴി സപ്ലൈ കിട്ടിയിട്ട് ഇതൊന്നും കൊടുക്കേണ്ടി വരാറില്ല സാധാരണഗതിയിൽ. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ കൺവേർട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഈ സാധനം അയച്ചു തരാം. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇത് HDMI to VGA തന്നെയാണ്. ഇത് AV to HDMI.
ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ടും നമ്മുടെ ആവശ്യങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സംശയം എല്ലാവർക്കും തീർന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണ ഒരു കോഡ് വെയർ ഉപയോഗിച്ച് ഒരിക്കലും കൺവേർഷൻ ആവത്തില്ല. ഇത് ഓരോരോ ഫോർമാറ്റുകളാണ്. ആ ഫോർമാറ്റിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഐസിയും സർക്യൂട്ടും ഇതിനകത്തുണ്ട്. അങ്ങനെ ഐസിയും സർക്യൂട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ ചുമ്മാ കോഡ് വെയർ മേടിച്ച് കിട്ടുമെന്ന് ആര് പറഞ്ഞാലും ഒരിക്കലും കിട്ടത്തില്ല. അത് അങ്ങനെ വെറുതെ കോഡ് മേടിച്ച് പൈസ കളയാതിരിക്കുക. ഇതിനും ചെറിയ വിലയേ ഉള്ളൂ. ഇത് മേടിച്ചാൽ വളരെ സുഗമമായിട്ട് നമുക്ക് ഏത് ഫോർമാറ്റിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഇതാണ്ട് ഈ സാധനം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ അയച്ചു തരാം. എല്ലാ ടൈപ്പ് കൺവേർട്ടിങ് സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ചെറിയ വിലയേ ഉള്ളൂ. ഇതാണ് സംഭവം. അങ്ങനെ ആർക്കെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, നമുക്കിത് ചെയ്തു തരാൻ പറ്റും.